അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റഹ്മാനും റഹീമുമായ നാഥൻ പരിശുദ്ധമായിരിക്കുന്ന റമളാനിലെ ഈ അവസാനത്തെ ദിനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ചെയ്ത അമലുകളിൽ വന്നുപോയ കുറവുകളെ അവൻ പരിഹരിച്ച് നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. ജന്നാത്തു നഈമിൻ്റെ അഹ്ലുകാരിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലരെയും പ്രതീക്ഷിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ പ്രതീക്ഷിച്ചു. എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷ. ഒരൽപ്പം പ്രായം ചെന്ന് ഒരു യുവത്വത്തിലേക്ക് കടന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു എനിക്കെൻ്റെ ആരോഗ്യവും എൻ്റെ ശരീര അധ്വാനവും എനിക്ക് എൻ്റെ താങ്ങായും തുണലായും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഒരൽപ്പം കൂടി പ്രായം ചെന്ന് യുവത്വത്തിലേക്കും സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിക്കാനൊക്കെയുള്ള ഒരു കഴിവിലേക്ക് എത്തിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു എൻ്റെ ജോലി നോക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മുതലാളി അല്ലെങ്കിൽ എനിക്ക് അന്നം തരുന്ന, എനിക്ക് ശമ്പളം തരുന്ന, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന എൻ്റെ യജമാനൻ, എൻ്റെ മുതലാളി എന്നെ സംരക്ഷിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ പ്രതീക്ഷിച്ചു. കുറച്ചും കൂടി കഴിഞ്ഞൊരു പ്രായാധിക്യം എത്തിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു നമ്മുടെ മക്കളൊക്കെ നമ്മളെ നോക്കിക്കോളും, നമ്മുടെ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്തു തരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ അവൻ്റെ ജീവിതം പലപ്പോഴും പലരെയും പ്രതീക്ഷിച്ചു കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ആവശ്യമുള്ളതാണ്, കുഴപ്പമില്ലാത്തതാണെങ്കിൽ പോലും ഈ പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള ഇതൊക്കെ അസ്ബാബുകളാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചിരിക്കുന്ന ഓരോ പ്രായത്തിലും നിശ്ചയിച്ചിരിക്കുന്ന ഓരോ അസ്ബാബുകളാണ്. നമ്മുടെ മഈശത്ത്, ഈ ലോകത്ത് നമുക്ക് ജീവിച്ചു പോകണമല്ലോ, അപ്പോൾ അതിനു വേണ്ടി ഓരോ കാരണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ഈ അസ്ബാബുകളിൽ കിടന്ന് കെട്ടിപ്പണയാതെ ഈ കാരണങ്ങളാണ്, ഈ ജോലിയാണ്, എൻ്റെ മാതാപിതാക്കളാണ്, എൻ്റെ മക്കളാണ്, ഇവരാണ്, ഈ അസ്ബാബുകളാണ് ഏറ്റവും വലുത് എന്ന് കരുതി മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അള്ളാഹുവിലാണ് നമ്മൾ ആത്യന്തികമായി പ്രതീക്ഷിക്കേണ്ടത്. നമ്മുടെ മാതാപിതാക്കളില്ലെങ്കിലും അള്ളാഹു എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ജോലി, എൻ്റെ മുതലാളി, എൻ്റെ ഈ ഒരു ജോലി പോയി കഴിഞ്ഞാലും എനിക്ക് അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്, എനിക്ക് മറ്റൊരു ജോലി തരാൻ, എനിക്ക് അന്നം തരാൻ എൻ്റെ റബ്ബിന് കഴിയും. എനിക്ക് പ്രായം ചെന്ന് ബലഹീനനായി എന്നെ ആരെങ്കിലും നോക്കുമോ എന്ന വ്യാകുലതയിൽ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിവുള്ളവനാണ്. ഇങ്ങനെ എല്ലാത്തിലും അള്ളാഹുവിനെ നമ്മൾ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന സമയത്ത് മറ്റുള്ള നമ്മുടെ നഷ്ടങ്ങളും നമ്മുടെ ആത്മാർത്ഥതയിൽ നമ്മൾ പുലർത്തിയ ആത്മാർത്ഥതയിൽ അത് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെയുള്ള സങ്കടങ്ങളൊന്നും നമുക്കുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അല്ലേ? നമ്മുടെ ആത്മാർത്ഥതയുടെയും നമ്മുടെ പ്രതീക്ഷയുടെയും ഒക്കെ ആയുസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ അടുക്കൽ എത്രമാത്രമാണ്? നമ്മുടെ അടുക്കൽ നിന്നൊരു വീഴ്ച ഉണ്ടാകുന്നത് വരെ മാത്രമാണല്ലോ. നമ്മുടെ ആത്മാർത്ഥത, നമ്മൾ ആത്മാർത്ഥമായി ഒരു കാര്യം ചെയ്തു, ആ കാര്യത്തിൻ്റെ ആയുസ് ഏതുവരെയാണ്? നമ്മളിൽ നിന്നൊരു വീഴ്ച ഉണ്ടാകുന്നത് വരെ ആയിരിക്കും മനുഷ്യൻ്റെ അടുത്തുണ്ടാകുക. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങനെയല്ല. വസിഅത്ത് റഹ്മതി കുല്ല ഷൈ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എൻ്റെ റഹ്മത്താണ് മികച്ചു നിൽക്കുന്നത്. നമ്മളിൽ നിന്ന് 1000 തെറ്റുകൾ സംഭവിച്ചാലും ആത്മാർത്ഥതയോടുകൂടി ഒരു നന്മ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനാണ് പ്രാധാന്യം. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1000 നന്മ ചെയ്താലും അറിയാതെയാണെങ്കിൽ പോലും നമ്മളെടുത്തുനിന്ന് ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അതായിരിക്കും മനുഷ്യരുടെ അടുക്കലുണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആത്യന്തികമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല. ഏത് സൃഷ്ടിചരാചരങ്ങൾ എനിക്ക് പ്രതിബന്ധങ്ങളായി വന്നാലും, ഏതൊക്കെ സുഖസൗകര്യങ്ങൾ അല്ലാഹു തആല എനിക്കിപ്പോൾ ഉണ്ട്, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായി സംഭവിച്ചാൽ പോലും അല്ലാഹു എൻ്റെ കൂടെയുണ്ട്, ആ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ തളരില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കുൻ റാജിയൻ, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രതീക്ഷിക്കുന്നവനാകണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അന ഇൻദ വന്നി അബ്ദി ബി എന്നാണ് ഹബീബായ റസൂൽ പറഞ്ഞത്. എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അങ്ങനെയായിരിക്കും ഞാൻ ഉണ്ടാവുക.
അപ്പോൾ മരണപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ, ജീവിതത്തിൽ എന്ത് വലിയ തിന്മകൾ ചെയ്താലും എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്നൊരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ വേണം. കാരണം അള്ളാഹു താല പറയാണ്, അള്ളാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അള്ളാഹു താല പറയുന്നതായിട്ട്, ഞാൻ എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അതുപോലെയാണ്. വ അന മഅഹു ഇദാ ദക്കറനി, എന്നെ ഓർക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകും. ഫഇൻ ദക്കറനി ഫി, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അവൻ്റെ സ്വന്തം ശരീരത്തിൽ വെച്ചു സ്വയം അവൻ അള്ളാഹുവിനെ ചിന്തിച്ചാൽ ഞാൻ ഒറ്റക്ക് അവനെ ചിന്തിക്കും. അവനല്ല, അവനൊരു സംഘത്തിൽ വെച്ചുകൊണ്ട്, ഇതുപോലെ ഒരു മജ്ലിസിൽ വെച്ചുകൊണ്ടാണ് എന്നെ സ്മരിച്ചാൽ അതിനേക്കാൾ മഹത്തരമായൊരു മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞാൻ അവനെ സ്മരിക്കും. ഞാൻ എൻ്റെ അടിമ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവരോടൊരു മുഴമെടുക്കും. ഇങ്ങനെ തുടങ്ങി അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ അവനിലേക്ക് ഞാൻ ഓടിയെടുക്കും എന്നുള്ള സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്യന്തികമായ പ്രതീക്ഷയും നമ്മുടെ അവലംബവും നമ്മുടെ അത്താണിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരിക്കണം എന്നുള്ളതാണ്. ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ബില്ലാഹി ളന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമ്മൾ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കൊണ്ട് നല്ല പ്രതീക്ഷ വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഹബീബായ റസൂൽ പറയുന്നത്. നമ്മൾ മരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക, ശരിക്കും ഹൗഫ് വേണം, പേടി വേണം. അതോടൊപ്പം തന്നെ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കൊണ്ട് നല്ലത് വിചാരിച്ചു വേണം നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനെ കൊണ്ട് നല്ലത് വിചാരിച്ചു എന്നുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ്റെ അടുക്കലേക്ക് നമ്മെ അടുപ്പിക്കും എന്നുള്ളതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഒരു മനുഷ്യനായ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് തിന്മകൾ ചെയ്ത് അയാൾ അല്ലാഹുവിങ്കലെത്തി. അങ്ങനെ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് തിരിഞ്ഞ് അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ചോദിച്ചു, എന്താ നീ നോക്കിയത്? നീ ഇത്ര തിന്മകളൊക്കെ ചെയ്തിട്ടല്ലേ നിന്നെ ഈ തരത്തിലുള്ള ശിക്ഷകൾക്കൊക്കെ വിധേയനാക്കാൻ പോകുന്നത്? അപ്പോൾ എങ്കിലും അള്ളാഹുവേ, നിന്നെ ഞാൻ പ്രതീക്ഷ വെക്കുകയാണ്, നിൻ്റെ റഹ്മത്താണല്ലോ ഏറ്റവും വിശാലമായത്. ഇങ്ങനെ അള്ളാഹുവിനെ പ്രതീക്ഷിച്ച് വെച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവായി നമ്മുടെ ആത്യന്തികമായ പ്രതീക്ഷ എന്നുള്ളത് കൊണ്ടൊക്കെ നമുക്ക് നേടുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സൃഷ്ടികളൊക്കെ അസ്ബാബുകളാണ്. നമുക്ക് നേടിത്തരുന്ന നമ്മുടെ സുഖസൗകര്യങ്ങളും നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ ജോലിയും നമ്മുടെ എന്തു വേണ്ട നമ്മോട് ചുറ്റപ്പെട്ട നമ്മുടെ ഭാര്യ മക്കൾ എന്തോ ആയിക്കൊള്ളട്ടെ, അവരൊക്കെ അല്ലാഹു തആല നിശ്ചയിച്ച കാരണങ്ങളാണ്. ഈ കാരണങ്ങൾ അതിൻ്റെതായ നിലക്ക് മാത്രം നമ്മൾ കാണണം. അവർക്ക് വേണ്ട ഹക്ക് നമ്മൾ വീട്ടിൽ കൊടുക്കണം, അവർക്ക് വേണ്ട ദൗത്യങ്ങൾ നമ്മൾ നിർവഹിക്കണം. എന്തെങ്കിലും ജോലിയോ ഉത്തരവാദിത്തമോ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആത്മാർത്ഥതയോട് പുലർത്തണം എന്നതോടൊപ്പം തന്നെ അതാ എൻ്റെ ജീവിതം, ഇത് മാത്രമേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും എന്നുള്ള രീതിയിലേക്ക്, ഈ ഒരു ചിന്ത ഇല്ലാത്തതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ പല ആത്മഹത്യ. അതിന് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യുക, ഇതാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ലല്ലോ. ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ കാരണം ആത്യന്തികമായി നമ്മുടെ കാരണങ്ങളിൽ നമ്മൾ അവലംബിച്ച് നമ്മുടെ ജീവിതത്തെ കെട്ടിയിട്ടു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആവരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കാണാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കൽ മഹാനായിരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു ഹദീസ്, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയായിരുന്നു. ഫി ബഅദി ഗസവാതിഹി, ഒരു യുദ്ധത്തിലാണ്. ഫമറ ബിഖൗമിൻ, അപ്പോൾ നബി തങ്ങളും ഒരു കൂട്ടരുടെ അടുക്കലൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ മനിൽ ഖൗം, ആരാണ് ആ കൂട്ടർ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. അങ്ങനെ വംറഅത്തുൻ തഹ്സിബു തന്നൂറഹ വമഅഹ ഇബ്നുലഹ, ഒരു പെണ്ണ്, അതായത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവിടെ അങ്ങനെ അടുപ്പ് കൂട്ടുകയും ആ കുട്ടിയുണ്ട്, ആ കുട്ടി ഒക്കത്തുണ്ട്, അതേപോലെ തന്നെ അടുപ്പ് കൂട്ടി ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തീ ഇങ്ങനെ അടുപ്പിനെ കൂട്ടുന്ന സമയത്ത് തീ ഇങ്ങനെ ഉയരുന്ന സമയത്ത് ആ കുട്ടിയെ തൻ്റെ മാതാവ് തീ തട്ടാതെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു എന്നുള്ളതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ആ സ്ത്രീ വന്നു. അന്ത റസൂൽ, നിങ്ങളാണ് ഈ റസൂൽ എന്ന് പറയുന്ന ആൾ നിങ്ങളാണോ? അവർ മുസ്ലിം തന്നെയാണ്, റസൂലുള്ളാഹിനെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളാണോ റസൂൽ? അപ്പോൾ അതെ, ഞാനാണ് റസൂൽ. അപ്പോൾ ആ പെണ്ണ് അവിടുത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ബി അബി അൻത വ ഉമ്മി, എൻ്റെ ഉമ്മയുപ്പയൊക്കെ നിങ്ങൾക്ക്, അത് അറബികളുടെ ഒരു പ്രയോഗമാണ്, എൻ്റെ എല്ലാം നിങ്ങൾക്ക് സമർപ്പണം. അലൈസല്ലാഹു ബി അർഹമർ റാഹിമീൻ, ഈ അള്ളാഹ് എന്ന് പറയുന്നത് റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്ന ആളല്ലേ, ഏറ്റവും വലിയ അർഹമുർ റഹീമ അല്ലേ അള്ളാഹ്? അതെ, റസൂൽ പറഞ്ഞു അതെ. അവലൈസല്ലാഹു ബി അർഹമ ബി ഇബാദിഹി മിനൽ ഉമ്മി ബി വലദിഹ, ഒരു ഉമ്മാക്ക് തൻ്റെ കുട്ടിയോട് എത്രത്തോളം വാത്സല്യമുണ്ടാകും അതിനേക്കാൾ വലിയ വാത്സല്യം ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൻ്റെ അടിമകളോടില്ലേ? അപ്പോൾ റസൂൽ പറഞ്ഞു അതെ ഉണ്ട്.
അപ്പോൾ ആ ഉമ്മ അവിടുന്ന് ചോദ്യം ചോദിക്കുക, ഫ ഇന്നൽ ഉമ്മ ലാ തുൽഖി വലദഹ ഫിന്നാർ, അടുപ്പ് കത്തിച്ചു കൊടുക്കാണ്ടോ, ഞാനിപ്പോൾ എന്താവില്ല, ഒരു ഉമ്മ എന്ത് ചെയ്യൂല, ആ ഉമ്മയുടെ കുട്ടിയെ തീയിലേക്ക് ഇടൂലല്ലോ, പിന്നെ എങ്ങനെയാണ് തൻ്റെ അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീയിലേക്ക് ഇടുന്നത്? അക്കബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബിക്കി, റസൂൽ അങ്ങനെ മുഖം ഇങ്ങനെ നമ്മൾ കരയുമ്പോൾ ഇങ്ങനെ കുറച്ച് തരാം, കാരണം അതിൻ്റെ മറുപടി എന്ത് കൊടുക്കണം, അള്ളാഹുവിൽ നിന്ന് വന്നിട്ട് വേണമല്ലോ. ثم رفع رأسه إليها فقال إن الله لا يعذب من عباده إلا المارد المتمرد. മോട്ട് കാണിച്ച് ജീവിതത്തിൽ അമിതമായി കുതിര കളിച്ച, മോട്ട് കാണിക്കുക എന്നാണ് പറയുക, മുത്തമര്യദീങ്ങളായ ആളുകളെ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയുള്ളൂ. അല്ലദീ യതമറദു അലല്ലാഹ് വ അബാ അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതായത് മുസ്ലിം ആവുക എന്നുള്ളതും, അതിനപ്പുറം അവൻ്റെ ജീവിതത്തിൽ മുത്തമര്യദാവരുത്, എല്ലാത്തിലും ഒരു ലിമിറ്റുണ്ടല്ലോ, അതിനധികം അപ്പുറത്ത് കടന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ആ ഒരു താളത്തിനപ്പുറത്ത് മോട്ട് കാണിച്ച് ജീവിച്ച ആളുകൾക്കൊഴികെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു. അപ്പോൾ വലിയ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ വേണം, അതോടൊപ്പം തന്നെ നമുക്ക് റജാഉം ഖൗഫും വേണം എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്ന റജുലൻ കാന ഫിൽ ഉമമിൽ മാദിയതി യജ്തഹിദു ഫിൽ ഇബാദ, ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന്, അദ്ദേഹത്തിൻ്റെ ഇബാദത്തിൽ അങ്ങേയറ്റം എന്താകുമായിരുന്നു, ഇജ്തിഹാദ്, ഭയങ്കര അധ്വാനിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ മാത്രമല്ല, അദ്ദേഹം തൻ്റെ ശരീരത്തിൻ്റെ മേൽ തസ്ദീദാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂപ്പർക്ക് കഴിവില്ലെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ ശരീരത്തോട് ഇങ്ങനെ കഠിനമായിട്ട് ആരാധന നടത്തും. മാത്രമല്ല മൂപ്പർ ചെയ്യുന്നൊരു പണി എന്താ, യുഖന്നിസുന്നാസ മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ആളുകളെ ആശ മുറിക്കുന്ന ഒരാളായിരുന്നു. ഇങ്ങനെ നടന്ന പടച്ചോൻ്റെ റഹ്മത്ത്, നമുക്കൊക്കെ ഉള്ള നമ്മുടെ വാളുകൾക്കും നമ്മുടെ പ്രഭാഷണങ്ങൾക്കൊക്കെ സംഭവിച്ചു പോയ ഒരു പ്രശ്നമാണ് എന്ത്, നമ്മൾ അധികമായിട്ട് പേടിപ്പിക്കണ രീതിയിലുള്ള പ്രസംഗങ്ങളാണ് അധികം നമ്മൾ കണ്ടുവരുന്നത്, അല്ലേ? അങ്ങനെയാണ് ഇങ്ങനെയാണ് നരകത്തെ, സംഭവം ശരിയാണ്, പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് പ്രതീക്ഷ നൽകുക, കാരണം ആളുകൾക്ക് ഇപ്പോൾ പേടിയൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ തലമുറ പ്രത്യേകിച്ചും അത് വെറിനോടുത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ആളുകളുമായിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരെങ്ങനെ അമിതമായി പേടിപ്പിച്ച് ആ ഒരു രീതിയിലേക്കുള്ള കാലം കഴിഞ്ഞു, മനസ്സിലായില്ലേ? പേടി വേണം, അത് എന്തിനു ശേഷമാണ് വേണ്ടത്, പേടിപ്പിച്ചിട്ട് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരില്ല, ഇതിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് ഈ വാസ്തവം യഥാർത്ഥ ദീനിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അവർക്ക് സ്വമേധയാ പേടിയാകും, മനസ്സിലായോ? അപ്പോൾ പേടിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികൃതി എന്തായിരുന്നു, ജനങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ഇങ്ങനെ നടന്നാൽ പടച്ചാൽ എടുത്ത് വിടൂല കേട്ടോ, ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ, ഇതൊക്കെ എവിടെ പോയിട്ടാണ് മഹ്ശർ, ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരെന്താകുമായിരുന്നു, യുഖന്നിതു, ആളുകളെ തഖ്നീത്ത് ചെയ്യുമായിരുന്നു ഇയാൾ. അങ്ങനെ ആൾ മരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാന റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സെയ്ദ് ബിൻ അസ്ലം എന്നവർ പറഞ്ഞൊരു സംഭവമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇയാളെ കൊണ്ടുവരുമ്പോൾ അയാൾ ചോദിക്കുന്നതാണ്, പടച്ചോനെ ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ആരാധിച്ച ഒരാളാണല്ലോ, എൻ്റെ അടുക്ക് എനിക്ക് എന്താണ് നിങ്ങളുടെ അടുത്തുള്ളത്? അപ്പോൾ അള്ളാഹു പറഞ്ഞു നരകമാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നതാണ്, അപ്പോൾ എൻ്റെ ഈ ആരാധനകളും എൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ കുന്ത തുഖന്നിതുന്നാസ മിർ റഹ്മതി ഫി ദുനിയ വഅന ഉഖന്നിതുകൽ യൗമ മിർ റഹ്മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, നീ ദുനിയാവിൽ വെച്ചുകൊണ്ട്, അപ്പോൾ അയാൾ ആരാധിച്ചത് സ്വീകരിക്കായല്ല, ആരാധനകളൊക്കെ സ്വീകാര്യം തന്നെയാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആളുകളെ ആശ മുറിക്കുന്ന ഒരാളായിരുന്നു നീ, അതുകൊണ്ട് ഇന്നേ ദിവസം എൻ്റെ കാരുണ്യത്തെ തൊട്ട് നിന്നെയും ഞാൻ ആശ മുറിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു അത് രക്ഷിക്കട്ടെ. അപ്പോൾ ആളുകൾക്ക് നമ്മൾ നല്ല പ്രതീക്ഷകൾ നൽകുക, നമ്മൾ പേടിപ്പെടുത്തിയിട്ട് ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുകയും അവരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതിന് പകരം അവർക്ക് പ്രതീക്ഷകൾ നൽകുക. എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, ഒക്കെ പടച്ചവനറിയാലോ, ഇനിയെങ്കിലും നീ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ഇങ്ങനെ ആളുകൾക്ക് അള്ളാഹുവിലേക്കുള്ള പ്രതീക്ഷ നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയിലേക്ക് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴാണ് അള്ളാഹുവിങ്കിൽ നമുക്ക് വലിയ സ്വീകാര്യതയും അവൻ്റെ റഹ്മത്ത് നമ്മെ മൂടുകയും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മഹാനായിരിക്കുന്ന ഒരു പണ്ഡിതൻ, ഷാമിൽപ്പെട്ട, അദ്ദേഹത്തെ അബൂ അബ്ദില്ല എന്നാണ് പറയുക. അപ്പോൾ അദ്ദേഹം താവൂസ് എന്ന ഒരാളെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. അപ്പോൾ ചെന്ന സമയത്ത് ഒരു പ്രായമായ ഒരാൾ പുറത്തു വന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളാണ് ഈ താവൂസ്, വലിയ പണ്ഡിതനായിരുന്നു എന്ന്, താവൂസ് എന്നവർ നിങ്ങളാണ്? അപ്പോൾ അത് പറഞ്ഞാൽ, അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞു. അത്രയും പ്രായമായ നിങ്ങൾ മൂപ്പര മകനാണെങ്കിൽ മൂപ്പര ഏതായാലും ഈ ജീവിതത്തിൽ എന്തായിട്ടുണ്ടാവില്ല, നിങ്ങളുടെ പിതാവ് ഏതായാലും മരിച്ചു പോയിട്ടുണ്ട്, കാരണം ഈ വന്ന മകനെന്ന് പറയുന്ന ആൾക്ക് തന്നെ ഒരുപാട് പ്രായമുണ്ട്. അപ്പോൾ മകൻ പറഞ്ഞു, എന്ത്, ആലിമിനൊരിക്കലും നാശമില്ല,
എന്ന് പറഞ്ഞാൽ ആലിമിന് നാശമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൽമി ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളെപ്പോലെ തന്നെയാണ്. നന്മകൾ ഇങ്ങനെ അയാൾക്ക് വന്നുകൊണ്ടിരിക്കും. മഹാനായിരിക്കുന്ന ഇമാം നവവി തങ്ങളെക്കുറിച്ച് പറയാറുണ്ടല്ലോ, സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസം പോലും മഹാനായിരിക്കുന്ന ഇമാം നവവി തങ്ങളുടെ ഇൽമു കൊണ്ട് ഉപകാരമില്ല, ഒരു ദിവസം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും അദ്ദേഹം ഓരോ ദിവസവും ഓരോ കിതാബ്, റിസാല എന്ന് പറയും, അത്രയും അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിന് ആകെ 40 ചില്ലാനം വയസ്സാണ് മഹാനവറുകൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. ആലിമിനെ സംബന്ധിച്ചിടത്തോളം ആലിമിന് ഒരിക്കലും മരണമില്ല. കാരണം അദ്ദേഹം കൊളുത്തിവെച്ച ആ അറിവിൻ്റെ പ്രകാശം ഖിയാമത്ത് നാൾ വരെ അദ്ദേഹത്തിന് ഇങ്ങനെ നന്മകളായി കിട്ടിക്കൊണ്ടിരിക്കും. ഒരാൾ ജീവിച്ചിരുന്ന ഒരാൾ നന്മ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ, നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഇൽമ് നമ്മൾ പരസ്പരം കൈമാറുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ നന്മകൾ ഇങ്ങനെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ നന്മകളുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫദഖൽതു അലൈഹി ഫഖാല ഇദാ സഅൽത ഫൗജിസ്, അല്ലേ, നിങ്ങളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഞാൻ തരാം. വാപ്പല്ല എന്നുള്ളൂ, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു തരാം, കാരണം വാപ്പ എന്തായാലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പറഞ്ഞു അദ്ദേഹം, ഇന്നി മുഅല്ലിമുക ഫീ മജ്ലിസി ഹാദാ അത്തൗറാത്ത വൽ ഇൻജീല വൽ ഖുർആൻ. ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 3 ഗ്രന്ഥങ്ങൾ, തൗറാത്തും ഇൻജീലും ഖുർആനും, ഇത് ഞാൻ 3 പഠിപ്പിക്കും. അതായത് ഇത് 3ൻ്റെയും സത്ത, ഖുർആനിലും ഇൻജീലിലും തൗറാത്തിലും ഒക്കെയുള്ളതിൻ്റെ സത്ത ഞങ്ങൾക്ക് പറയും. അപ്പോൾ അതല്ല, ഇനി അല്ലം തരി തൗറാത്ത വൽ ഇൻജീല വൽ ഖുർആൻ അല്ല അസ്അലുക ഇന്ന് അത് പഠിപ്പിച്ചെന്നാൽ പിന്നെ ഞങ്ങളോടൊന്നും ചോദിക്കൂല, എനിക്ക് അത് മാത്രം കിട്ടിയാൽ മതി, അത് മതിയാവുമല്ലോ. അപ്പോൾ അദ്ദേഹം 2 വരിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നെന്താ, ഹഫില്ലാഹ ഹത്താ ലാ യകൂന ഷൈഉൻ അഖ്വഫ ഇൻദക മിൻഹു. നീ അള്ളാഹുവിനെ പേടിക്കണം. ഏതുവരെ? ലാ യകൂന ഷൈഉൻ അഖ്വഫ ഇൻദക മിൻഹു, അള്ളാഹുവിനേക്കാൾ കൂടുതൽ നീ ആരെയും ഈ ലോകത്ത് പേടിക്കാത്ത രീതിയിലേക്ക് അള്ളാഹുവിനെ നീ പേടിക്കണം. നമ്മുടെ അപ്പോൾ എങ്ങനെയാണത്? നമ്മുടെ ഭൗതികമായ എന്തെങ്കിലും നഷ്ടങ്ങളുടെ പേരിലാണ് പൊതുവെ നമ്മൾ ആളുകളെ പേടിക്കാറുള്ളത്. മക്കളെ പേടിയാണ്, എല്ലാവരും പേടി, അതായത് പേടി. നിയമം നമ്മൾ എന്തുകൊണ്ടാണ് അനുസരിക്കണത്? നമുക്കത് വഴിപ്പെട്ടതും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ, ഇപ്പോൾ ഹെൽമെറ്റ് വെക്കണം, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം, ഇതൊക്കെ നമ്മുടെ സേഫ്റ്റി എന്നതിനേക്കാൾ ഉപരി ഇത് ഫൈൻ കിട്ടുമോ എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളധികം ചെയ്യാറുള്ളത്. അതൊക്കെ നമ്മുടെ സേഫ്റ്റി എന്നുള്ളത് ഉണ്ടെങ്കിൽ തന്നെയും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പേടിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് മറ്റേതിനേക്കാളും നീ അള്ളാഹുവിനെ പേടിക്കുന്ന രീതിയിൽ നീ അള്ളാഹുവിനെ പേടിക്കുക. വർജുഹു റജാഅൻ അശദ്ദ മിൻ ഖൗഫിക ഇയ്യാഹു, അതാണ് പോയിന്റ്. നീ അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ നീ പ്രതീക്ഷിക്കുക. അതായത് ഖൗഫിൻ്റെയും റജാഇൻ്റെയും ഇടയിൽ നീ ജീവിതം വേണമെങ്കിലും അതിൽ തന്നെ ഒരു 60% റജാ വേണം. ഏതിനേക്കാൾ? പേടിയേക്കാൾ കൂടുതൽ അള്ളാഹുവിൽ പ്രതീക്ഷ വേണം. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിൻ്റെ സ്വന്തം ശരീരത്തിന് നീ എന്തിഷ്ടപ്പെടുന്നുവോ അത് നീ ജനങ്ങൾക്കുണ്ടാകുന്നതിനെയും ഇഷ്ടപ്പെടുക. എനിക്ക് നല്ലൊരു വാഹനമുണ്ട് എന്ന് വിചാരിക്കുക, എന്നാൽ എൻ്റെ സഹോദരന്, എൻ്റെ അയൽവാസിക്ക്, എൻ്റെ കുടുംബങ്ങൾക്ക് അതുപോലൊരു വാഹനം ഉണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുക. അതായത് ഓൻക്ക് അങ്ങനെ ഒരു വാഹനം ഉണ്ടെങ്കിൽ എനിക്കുണ്ടായതുപോലുള്ള സന്തോഷം. അതായത് ഇത് നമ്മൾ പൊതുവേ ആളുകൾ കണ്ടുവരുന്നത് എനിക്കുള്ളതുപോലെ ആർക്കും ഉണ്ടാകരുത് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. ഇതാണ് ഇത് 3ൻ്റെയും, തൗറാത്തിൻ്റെയും ഇൻജീലിൻ്റെയും ഖുർആനിൻ്റെയും സത്ത എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൽ ആത്യന്തികമായി പ്രതീക്ഷ അർപ്പിക്കാനും ബാക്കിയുള്ള പ്രതീക്ഷകളൊക്കെ നശ്വരമാണെന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന വലിയ സ്വാധീനങ്ങളും വലിയ മാറ്റങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ രീതിയിൽ ഇനി ഒരുപാട് ഹദീസുകൾ അള്ളാഹുവിൻ്റെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മഹാന്മാർ നേടിയെടുത്ത കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിലെ പ്രതീക്ഷ നമുക്ക് വർദ്ധിപ്പിക്കണം. എന്ത് ചെയ്യാൻ കഴിയും? ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ആരാധനകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു എന്നാണ്, ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന പ്രാർത്ഥന എപ്പോഴാണ്? മനസ്സിലായോ? അള്ളാഹുവിനോട് പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് തേടുക, പ്രാർത്ഥിക്കുക എന്നാണല്ലോ. അപ്പോൾ പറഞ്ഞു, ജൗഫുൽ ലൈലിൽ ആഖിരി വദുബിരി സ്വലവാത്തിൽ മക്തൂബത്തീൻ, രാത്രിയുടെ അവസാനത്തെ പകുതി, അതായത് രാത്രി 2 പകുതിയാക്കിയാൽ അതായത് നമ്മുടെ അത്താഴ സമയം, ആ സമയത്തുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ആ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ എന്തെങ്കിലും തേടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകും എന്നുള്ളതാണ്. പ്രത്യേകമായിട്ടും രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ചും വഫിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്നുണ്ടല്ലോ,
അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്ന മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ച് അവർക്കൊക്കെയുള്ള നേട്ടം. ഞാൻ നിർത്തുകയാണ്. അപ്പോൾ അള്ളാഹുവിനോട് നമുക്ക് അടുപ്പം ലഭിക്കാൻ നമുക്ക് സാധ്യമാകുന്ന സന്ദർഭങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഒരാൾ സുജൂദിലായിരിക്കുമ്പോഴെന്നാണ് അഖ്റബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരാൾ സുജൂദിലായിരിക്കുമ്പോഴാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം. ഫഅക്സിറു ദുആ. അപ്പോൾ അതുകൊണ്ട് സുജൂദിൽ കിടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ ജമാഅത്തായി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റിക്കോണമെന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ജമാഅത്തിൽ മഅ്മൂമികളൊക്കെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. അതിൽ പ്രായമുള്ള ആൾക്കാരുണ്ടാവും, കുറേ നേരം നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, നീട്ടാൻ പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഒറ്റക്കൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ സുജൂദിൽ കടന്നുകൊണ്ടും നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒക്കെ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ്. സലില്ലാഹ റബ്ബക മാ ഇൻദഹു വലാ തസൽ അന്നാസ മാ ഇൻദഹും. നീ അള്ളാഹുവിനോട് ചോദിക്കുക, മാ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഒന്നിനെ നീ അള്ളാഹുവിനോട് ചോദിക്കുക. ഒരു കവിതയാണ്. വലാ തസ്അലിന്നാസ മാ ഇൻദഹും, ജനങ്ങളുടെ അടുക്കലുള്ളത് നീ എന്ത് ചെയ്യരുത്, ജനങ്ങളോട് ചോദിക്കരുത്. അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു അതിനുള്ള അസ്ബാബുകൾ ഓരോ വ്യക്തികളായിട്ട് അള്ളാഹു തആല അങ്ങനെ എന്ത് ചെയ്യും, നിശ്ചയിച്ചു കൊടുക്കും. അപ്പോൾ ആ വ്യക്തികളോട് ചെയ്യേണ്ട ഭൗതികമായിരിക്കുന്ന നന്ദിയും കടപ്പാടും ഒക്കെ നമ്മൾ കാണിക്കുക. പക്ഷെ അതായിരിക്കരുത് ആത്യന്തികം. ഇനി ഒരിക്കലും അയാളത് ചെയ്തു തന്നില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഡെയിലി നമുക്കിങ്ങനെ ഒരാളിൽ നിന്നൊരു സൗജന്യമാണ്, ഒരു മനുഷ്യൻ്റെ പ്രകൃതമാണ് അത്. ഡെയിലി നമുക്കൊരാളിൽ നിന്നൊരു സൗജന്യം ഇങ്ങനെ കിട്ടുമായിരുന്നു. ഒന്നുമില്ല, ഒരാൾ വെറുതെ തരുമായിരുന്നു. അതൊരു വട്ടം മുടങ്ങിയാൽ മനുഷ്യന് സ്വഭാവം എന്ത് ചെയ്യും, എന്താ ചങ്ങായി ഇപ്പോൾ തരായിരുന്നു, ഒന്നുമില്ല വെറുതെ കൊടുക്കുകയായിരുന്നു. അത് മുടങ്ങിയാൽ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യരുത്, നമുക്ക് തന്നാലും തന്നില്ലെങ്കിലും ആ വ്യക്തിയോട് നമുക്ക് എന്തില്ല, ഒരു ദേഷ്യമില്ല, പ്രയാസമില്ല. കാരണം എന്താ, നമ്മൾ അദ്ദേഹത്തെ ഒരു കാരണമാക്കിയിട്ടേ കണ്ടിട്ടുള്ളൂ. പടച്ചോന് നമുക്ക് നിശ്ചയിച്ചത് ഒരാളാണ് മൂപ്പര് മുഖേന തന്നു. ഇനി മൂപ്പര് തന്നില്ലേ വിഷയമല്ല, തന്നോ, മൂപ്പർക്ക് നമ്മൾ ആ ഒരു ശുക്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും എന്തില്ല, അമിതമായിട്ട് മൂപ്പരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതാക്കുന്നില്ല. അപ്പോഴാണ് ഇസ്സത്ത് ഉണ്ടാകുക. നോക്കൂ, വലാ തബ്തഗി മൻ സിവാഹുൽ ഗിന, അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും നീ ഐശ്വര്യത്തെ തേടരുത്. വകുൻ അബ്ദുഹു ലാ തകുൻ അബ്ദഹു, നീ അള്ളാഹുവിൻ്റെ അടിമയാകണം, മനുഷ്യരുടെ അടിമയായി മാറരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ അള്ളാഹു ആത്യന്തികമായി അവനിൽ പ്രതീക്ഷിക്കാനും അവനോട് നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാനും അവൻ ഈ ലോകത്ത് നമുക്ക് നിശ്ചയിച്ചു തന്ന അസ്ബാബുകളിൽ അഭിരമിക്കാതെ അതിന് വേണ്ട രീതിയിൽ മാത്രം പരിഗണന കൊടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പരിപൂർണമായി മടങ്ങാനും നമുക്ക് സാധിക്കണം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ വലിയ മാറ്റങ്ങൾ നമുക്ക് അനുഭവിക്കാനും കഴിയും. ആരോടും ഒരു വിദ്വേഷമോ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്തു തരാത്തതിൻ്റെ മേൽ അവരോടൊരു വിഷമോ പ്രയാസമോ നമുക്കുണ്ടാവുകയുമില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായിരിക്കുന്ന റമദാനിൻ്റെ ഈ ദിനങ്ങൾ ആ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകൾക്ക് പ്രത്യേകം ഉത്തരം നൽകപ്പെടുന്ന ഈ സമയങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ, ഭൗതികവും ഉഖ്റവിയുമായ ആഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നിറവേറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.